നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ CBC വാര്യർ പുരസ്കാരം മുൻ MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CS സുജാതയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. കേരള തീരത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടം കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. വാർത്തകൾ വിശദമായി. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരിക, സ്വകാര്യ വിഭാഗങ്ങളിൽ SC/ST OBC വിഭാഗങ്ങൾക്ക് സംവരണം കൊണ്ടുവരിക, ജാതി സെൻസസ് നടത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 700 രൂപയായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. BKMUവിന്റെ നേതൃത്വത്തിൽ ജൂൺ 10 ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. BKMU സംസ്ഥാന സെക്രട്ടറി R. അനിൽകുമാർ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അടിസ്ഥാന ജനവിഭാഗങ്ങളെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തീരുമാനിക്കുന്ന വേതനമാണ്, സേവനമാണ്. എത്ര മണിക്കൂർ പണിയെടുക്കണമെന്നില്ല, പണിയെടുത്താൽ എന്ത് കൂലി കൊടുക്കണമെന്നില്ല. അത്ര ഒരു നിലപാടാണ് രാജ്യത്തുള്ളത്. ആ ഭൂപ്രഭുക്കന്മാരെ താലോലിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് ഭരണകൂടങ്ങൾ നിലവിൽ വരുന്നത്. അവർ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായി മാറിയിട്ടുണ്ട്. അവർ നിശ്ചയിക്കുന്ന പാർലമെന്റുകൾ ജയിക്കുക, അവർ ജയിക്കുന്ന നിയമസഭകൾ ജയിക്കുക, അവർ തീരുമാനിക്കപ്പെടുന്ന ഒരു നഗരസഭയിലും ഭരണാധികാരികളാകുക, പഞ്ചായത്തിൽ ഭരണാധികാരികളാകുക. അങ്ങനെ പണം കൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയം വിലക്ക് വാങ്ങുന്ന, അധികാരം വിലക്ക് വാങ്ങുന്ന ഒരു രാജ്യം കൂടി ആയിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നിയമപരമായി തന്നെ കർഷക തൊഴിലാളികൾക്ക് പരീക്ഷ കിട്ടണമെങ്കിൽ രാജ്യത്താകമാനം ഒരു പൊതു നിയമം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. BKMU ആലപ്പുഴ ജില്ലാ ട്രഷറർ V. മോഹനൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ മണ്ഡലം സെക്രട്ടറി A. ആബിദ് സ്വാഗതം പറഞ്ഞു. VP ചിദംബരം, PK ബൈജു, സുശീല ചന്ദ്രൻ, KD വേണു, TG അശോകൻ, TC സോമിനി, T. തങ്കച്ചൻ, R. വെങ്കടേഷ്, P. സതീശൻ, ക്ലാരമ്മ പീറ്റർ എന്നിവർ സംസാരിച്ചു. 200 തൊഴിൽ ദിനങ്ങൾ നൽകുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപയാക്കുക, ഭൂരഹിതർക്ക് ഭൂമിയും വീടും നൽകുക എന്നീ മുദ്രാവാക്യങ്ങളും മാർച്ചിലും ധർണയിലും ഭാരവാഹികൾ ഉന്നയിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ കോടതി പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് താലൂക്ക് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സമരത്തിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ട സാഹചര്യം കേരളത്തിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതല്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിന്, വർണ്ണത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിയിട്ടിരുന്ന ഒരു വിഭാഗത്തിന് പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയത്തക്ക നിലയിലേക്ക്
അവരെ വളർത്തിക്കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം ഉൾപ്പെടെയുള്ള സംവിധാനം കേരള സംസ്ഥാനത്ത് ഉൾപ്പെടെ നടപ്പാക്കാൻ തീരുമാനിച്ചത്. ആ സംവരണം നടപ്പാക്കുമ്പോൾ എത്ര വർഷത്തേക്കാണോ ആലോചിച്ചിരുന്നത്? പട്ടികജാതി ക്ഷേമ സമിതി ചെയർമാൻ VS ചന്ദ്രശേഖരൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ D അപ്പുക്കുട്ടൻ സ്വാഗതം പറഞ്ഞു. P രഘുനാഥ്, NK വേലപ്പൻ, സീതാലക്ഷ്മി, A രമണൻ, ബീന രമേശ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ ട്രഷറർ R ബാബു നന്ദി പറഞ്ഞു. പട്ടികജാതി വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിനാവശ്യമായ ജാതി സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരികൾ അനാവശ്യ തടസ്സവാദങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ CBC വാരിയർ പുരസ്കാരം മുൻ MP-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CS സുജാതയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്ത്രീ വിമോചന സമര പോരാട്ടങ്ങളിലൂടെ മികവ് തെളിയിച്ച അഡ്വക്കേറ്റ് CS സുജാതയെ ഈ വർഷത്തെ CBC വാരിയർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വ്യക്തമാക്കി. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഫൗണ്ടേഷൻ ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 19-ന് ഹരിപ്പാട് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വിതരണം ചെയ്യും. മികച്ച പാർലമെന്റേറിയൻ, ഏറ്റവും ജനകീയനായ ഒരു പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെ ആയിരുന്ന CBC വാരിയറുടെ പേരിലുള്ള അവാർഡ് ഇത്തവണ ശ്രീമതി CS സുജാതയ്ക്കാണ് നൽകുന്നത്. 7ാമത്തെ അവാർഡാണിത്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. സുജാതയെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റെല്ലാ മേഖലകളിലും വിദ്യാർത്ഥി പ്രസ്ഥാനകാലങ്ങളിലും തന്നെ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്ന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച പാർലമെന്റേറിയനായിരുന്നു. മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയ്ക്ക് മാസികയൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. CPIM ജില്ലാ സെക്രട്ടറി R നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അവാർഡ് നിർണയ സമിതി ചെയർപേഴ്സൺ R പാർവതി ദേവി, CBC വാരിയർ ഫൗണ്ടേഷൻ ചെയർമാൻ M സത്യപാലൻ, ഡോക്ടർ ബിച്ചു X മലയിൽ, G രവീന്ദ്രൻ പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കേരള തീരത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടം കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടം കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. കാലവർഷക്കെടുതിയും കടൽക്ഷോഭവും ദുരിതത്തിലാക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിനിപ്പോൾ ഉണ്ടായിട്ടുള്ള കപ്പലപകടം ഉപജീവനമാർഗം പാടെ തകർക്കുന്നതും തീരാക്കടത്തിലേക്ക് തള്ളിവിടുന്നതുമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 643 കണ്ടെയ്നറുകളെന്നും 640 കണ്ടെയ്നറുകളെന്നും വ്യക്തതയില്ലാതെ ഇപ്പോഴും നിൽക്കുക. എന്തു തന്നെയാണെങ്കിലും അത്രയും കണ്ടെയ്നറുകൾ മറഞ്ഞു. നമ്മുടെ തീരത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുക വട്ടച്ചാൽ പ്രദേശത്ത് അഴീക്കൽ പോകുന്ന ഭാഗത്താണ്. ഒരു വള്ളക്കാർക്ക് 1000 കിലോയോളം വല ഈ കണ്ടെയ്നർ തട്ടിക്ക് 1 കിലോ വലയ്ക്ക് 543 രൂപ. 2200 കിലോ വലയിൽ 1000 കിലോ വലയോളം കീഴിപ്പോവാന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസം നോക്കും. കൃത്യമായി പണിക്ക് പോകാൻ കഴിയുന്നില്ല. മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക. കപ്പലപകടത്തെ നിയമപരമായി നേരിടുന്നതിൽ വിമുഖത കാട്ടുന്ന സർക്കാർ 12 നോട്ടിക്കൽ മൈലിനപ്പുറമാണ് അപകടം എന്ന വ്യാഖ്യാനം നടത്തുന്നത് ന്യായമല്ല എന്നും കപ്പലപകടത്തിന്റെ ദുരന്തം പേർന്നത് കേരളത്തിന്റെ കടലോരവാസികളും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമാണെന്നും അവർ പറഞ്ഞു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ട്രോളിംഗ് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും വലയും റോപ്പുകളും മറ്റും കണ്ടെയ്നറുകളിൽ തട്ടി അറ്റുപോയത് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സീസൺ പണി നടക്കേണ്ട ഈ മൺസൂൺ കാലത്ത് പോലും മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളും തൊഴിലാളികളും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും തീരപ്രദേശത്തുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മുഖവിലക്കെടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ 1000 രൂപയും 6 കിലോ അരിയും പ്രഖ്യാപിച്ചതെന്നും
മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ കടുത്ത അവഗണനയായിട്ടാണ് ഈ പ്രഖ്യാപനത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം നോക്കിക്കാണുന്നതെന്നും അവർ വ്യക്തമാക്കി. നാശനഷ്ടങ്ങളും തൊഴിൽ നഷ്ടവും കണക്കിലെടുത്ത് മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികൾക്ക് മതിയായ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചിങ്കുതറ, AR കണ്ണൻ, ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. രണ്ടാം കൃഷി നടക്കുന്ന പാടശേഖരങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകിയിരുന്ന നെൽവിത്ത് നാളിതുവരെ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം നടത്തി. രണ്ടാം കൃഷി നടക്കുന്ന പാടശേഖരങ്ങൾക്ക് സർക്കാർ സൗജന്യമായി നൽകിയിരുന്ന നെൽവിത്ത് നാളിതുവരെ ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാടശേഖര ഭാരവാഹികൾ ആലപ്പുഴ ജില്ലാ അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ യോഗം നടത്തി. NKSS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA തോമസ്, കാർത്തികേയൻ കൈനഗിരി, PR സതീശൻ, വേലായുധൻ നായർ, ലാലിച്ചൻ പള്ളിവാതിക്കൽ, ഷാജി പൊങ്ങ, വേണു കാട് കയ്യാർ, പാടശേഖര ഭാരവാഹികളായ സന്തോഷ്, സജീവ്, ലാലിച്ചൻ, ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധ യോഗത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ സൗജന്യ വിത്ത് എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു. പാടം പറ്റിട്ട് ഇതുവരെ വിളയ്ക്കാനുള്ള വിത്ത് സർക്കാരിന് ലഭ്യമായിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ JDA കാണാൻ വന്നതാണ്. പക്ഷേ സാറ് സ്ഥലത്തില്ല, അതിൻ്റെ അസിസ്റ്റന്റിനെ കണ്ടു. പക്ഷെ അവരിപ്പോഴും വിത്ത് തരാം, എന്ന് തരും എന്നൊരു ഉറപ്പില്ല. അങ്ങനെ അനന്തമായി നീണ്ടു പോയി കഴിഞ്ഞാൽ വില നടക്കുകയല്ല. വില നടക്കാതെ ഇതിൻ്റെ ഇടയ്ക്ക് വല്ലവരും എളുപ്പം കൂടെ വന്നു കഴിഞ്ഞാൽ ഇടങ്ങും നിൽക്കുകയല്ല, ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ കൊടുത്തു വരും. അതുകൊണ്ട് എത്രയും വേഗം വിത്ത് ഇന്ന് മുതൽ തരാറുണ്ട്, ഇന്ന് മുതൽ തന്ന് ഞങ്ങളുടെ വിലയ്ക്കുള്ള ആവശ്യമായ ക്രമീകരണം ചെയ്യുന്നതിന് വേണ്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക തൊഴിലാളികൾക്കായി സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് BKMU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BKMU സംസ്ഥാന സെക്രട്ടറി R അനിൽകുമാർ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള കാലതാമസത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ CBC വാരിയർ പുരസ്കാരം മുൻ MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന CS സുജാതയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത്. കേരള തീരത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടം കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.